ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് പാലക്കാട് ചന്ദ്രനഗറിൻ്റെ അടുത്തുള്ള ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സിലാണ്. ഇവിടുത്തെ കുറച്ച് മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ടാവാറുള്ളതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒരു ടേബിൾ കിട്ടി. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്തത് സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീമും കുറച്ച് മിൽക്ക് ഷേക്സുമാണ്. ഇതൊന്നുകൂടെ ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ടും കുറച്ച് കൂടുതൽ ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ നെക്സ്റ്റ് ഡേ വീണ്ടും ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ഈ സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഈ കഫേയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം വളരെ അഫോർഡബിൾ റേറ്റിലാണ് അവർ തരുന്നത്. പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തത് കൊൽക്കത്ത റോളാണ്. ഒരു ഫ്രഷ് പൊറോട്ടയിൽ ഒരു ഓംലെറ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് ചിക്കൻ ഫില്ലിങ്സോട് കൂടി വരുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. അത് കഴിഞ്ഞ് നമ്മളൊരു വെജ് സാൻഡ്വിച്ചും സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്കും ഓറിയോ മിൽക്ക് ഷേക്കും പിന്നെ ടെൻഡർ കോക്കനട്ട് മൽബയുമാണ് വാങ്ങിച്ചത്. മിൽക്ക് ഷേക്സ് രണ്ടും നല്ല ഹെവിയാണ്. ടെൻഡർ കോക്കനട്ട് മൽബ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിങ്ങനെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വയറൊക്കെ അങ്ങ് ഫുള്ളായി. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈം എടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള ടേബിളിൽ ആളുകൾ മാറി വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചീസി ഫ്രൈസും പിന്നെ സിസ്ലിംഗ് ബ്രൗണി വിത്ത് ഐസ്ക്രീമുമാണ്. ചീസി ഫ്രൈസ് സാധാരണ പെരി ഫ്രൈസ് പോലെയോ നോർമൽ ഫ്രൈസ് പോലെയോ ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾക്കത് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞങ്ങളത് സജസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഓർഡർ ചെയ്തതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ 4 പേരും കൂടെ അത് ഷെയർ ചെയ്തു. തണുത്ത ഫ്രൈസിന്റെ മുകളിൽ കുറച്ച് മോസറല്ല ചീസ് ഇട്ട് ഓവനിൽ ഇട്ട് തന്നതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതങ്ങനെ കഷ്ടപ്പെട്ട് കഴിച്ച് തീർക്കുമ്പോഴാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം വരുന്നത്. അപ്പോഴേക്കും മാമി ഒരുവിധം ഫ്ലാറ്റ് ആവാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടെത്തിയത് അവരുടെ ക്ലാസിക് ഫലൂഡയായിരുന്നു. ഫലൂഡ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ചെറിയും സ്നിക്കേഴ്സിന്റെ പീസും ഒക്കെ ആമി അടിച്ചു മാറ്റി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ മോസ്റ്റ് അവൈറ്റഡ് ഐറ്റമാണ് വന്നത്. ഐസ്ക്രീമിലേക്ക് അങ്ങനെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പുക കണ്ടിട്ട് ആളുകളെല്ലാം നമ്മളുടെ ടേബിളിലേക്കായി നോട്ടം. എത്ര പ്രാവശ്യം കഴിച്ചാലും ഒരിക്കലും മതി വരാത്തൊരു ഐറ്റമാണിത്. ആ സ്മോക്ക് ഒന്ന് ഫുള്ള് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 4 പേരും കൂടെ അതിൽ കൈയിടാൻ തുടങ്ങി. ലാസ്റ്റ് ആയപ്പോഴേക്കും മാമിയുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരുവിധം ഇവിടുത്തെ യുദ്ധമൊക്കെ ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിച്ചു. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.